Peace Ministries. கர்த்தரை நம்பி நன்மை செய், தேசத்தில் குடியிருந்து சத்தியத்தை மேய்ந்து கொள். சங்கீதம் 37:3. Trust in the Lord and do good, so shalt thou dwell in the land, and verily thou shalt be fed. Psalms 37:3. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் ஹூ சீஸ் மினிஸ்ட்ரீஸ் மூலமாக ஒவ்வொரு நாளும் தேவ செய்தியை கேட்டுக்கொண்டிருக்கிற தேவ பிள்ளைகள் யாவரையும் வாழ்த்துகிறேன். இந்த 11வது மாதத்தில் தேவனுடைய கிருபையும் சமாதானமும் பாதுகாப்பும் உங்களோடும் உங்கள் குடும்பங்களோடும் என்றென்றும் நிறைவாய் தங்கியிருப்பதாக. இந்த வருடத்தின் முதல் 10 மாதங்களை கடந்து 11வது மாதத்திற்குள் பிரவேசிக்க தேவனாகிய கர்த்தர் கிருபை செய்திருக்கிறார். இன்றளவும் தேவனாகிய கர்த்தர் நம்மை ஆசீர்வதித்து நடத்தி வருகிறார். இனியும் நம்மையும் நம் குடும்பங்களையும் ஆசீர்வதிக்க அவர் உண்மையுள்ளவராயிருக்கிறார். கர்த்தருடைய வார்த்தையை நாம் எந்த அளவுக்கு நம்பி வருகிறோமோ அந்த அளவுக்கு அதனுடைய பலனை நம்முடைய வாழ்க்கையிலே காணப்போகிறோம். அநேக தீங்குகள், வித்தியாசமான சூழ்நிலைகள், பிரச்சனைகள், தேவைகள் என்று எது நம்மை நெருக்கி வந்தாலும் நாம் அவை எல்லாவற்றையும் இந்த மாதத்திலே ஜெயிக்க போகிறோம். இதை விசுவாசித்து தேவனுடைய வார்த்தையை நம்பி அவருடைய இரக்கத்தையும் சமாதானத்தையும் பெற்று நாம் ஆசீர்வாதமாய் வாழ தேவனாகிய கர்த்தர் விரும்புகிறார். கர்த்தர் தாமே நம்மையும் நம் குடும்பங்களையும் இந்த மாதம் முழுவதும் பாதுகாத்து ஆசீர்வதிப்பாராக. ஆமென். സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വിശുദ്ധ ദിവസം കൂടി കാണുവാനും വീണ്ടെടുക്കപ്പെട്ട ശ്രേഷ്ഠ ദൈവമക്കളുമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഒരു പ്രാവശ്യം കൂടി ദൈവമക്കളുമായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരു നല്ല പകൽക്കാലം കൂടി നൽകിനെ ഓർത്തുകൊണ്ട് ഞാൻ സ്തോത്രം എൻ്റെ പൊന്നു ദൈവത്തെ സ്തുതിക്കുന്നു. ആമയെ സ്തോത്രം. പ്രത്യേകിച്ച് ഗോഡ് മിനിസ്ട്രിക്കായി മിനിസ്ട്രിയുടെ ആമയെ സ്തോത്രം നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, സ്തോത്രം, കുടുംബം, കുഞ്ഞുങ്ങൾ എല്ലാ കർത്താവിൻ്റെ ഇതിനോട് ചേർന്ന് സ്തോത്രം പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരോടും ഉള്ള ഹൃദയംഗമായ സ്നേഹത്തെ അർപ്പിക്കുന്നു. ഈ സമയം അല്പസമയത്തെ ചിന്തയ്ക്കായി ആധാരമായി ദൈവം നമ്മളെ ഏൽപ്പിച്ച തിരുവചന ഭാഗത്തിലേക്ക് നമ്മുടെ വിലപ്പെട്ട ശ്രദ്ധകളെ തിരിക്കാം. കഷ്ടതകളും പ്രയാസങ്ങളും കണ്ണുനീരുകളും ഒറ്റപ്പെട്ട അനുഭവങ്ങളും രോഗദുഃഖങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അനിഷ്ട സംഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്തോത്രം ആശീർവദിച്ച് ബലപ്പെടുത്തേണ്ടതിനായി ദൈവവചനം സ്തോത്രം അതിനാധാരമായി നിലനിർത്തേണ്ടതിനായി ദൈവവചനം സ്തോത്രം നമുക്ക് സ്തോത്രം ദൈവം അതാത് സമയങ്ങളിൽ തൻ്റെ ഭക്തന്മാർക്ക് നിലനിൽക്കേണ്ടതിനുള്ള ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനകരമായി തന്നുകൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, ഉൽപ്പത്തിയുടെ 1-ാം പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ ആരംഭ പുസ്തകം അങ്ങനെ തുടങ്ങി 5 പുസ്തകങ്ങൾ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളായി സ്തോത്രം എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ സ്തോത്രം ഉൽപ്പത്തിയുടെ 1-ാം പുസ്തകം 48-ന്റെ 15-16 വാക്യങ്ങൾ യാക്കോബ് യോസഫിനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ 2 മക്കളെയും അടുക്ക വിളിച്ച് സ്തോത്രം ബ്ലസ് ചെയ്ത് അനുഗ്രഹം കൈമാറുന്നു. സ്തോത്രം. നോക്കണമേ, ഒരപ്പ
ഒരപ്പനെ സ്തോത്രം ഈ ലോകത്തിൽ ലഭിക്കുന്നത് വലിയ സമ്പത്തിനേക്കാൾ, ഒരു സ്ഥാനമാനങ്ങളെക്കാൾ, ഒരു സ്തോത്രം നോക്കണമേ പദവിയേക്കാൾ ഉന്നതമായ ഒരു ശ്രേഷ്ഠതയാണ് മക്കളെയും സ്തോത്രം മരുമക്കളെയും കൊച്ചുമക്കളെയും അനുഗ്രഹിച്ച് പ്ലസ് ചെയ്ത് അടുത്ത ശുശ്രൂഷയ്ക്കായി, അടുത്ത തലമുറയ്ക്കായി, അടുത്ത ജീവിതത്തിൻ്റെ അനുഭവത്തിലായി കൈമാറ്റപ്പെടുകയാണ്. സ്തോത്രം അവയെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് കൈമാറുകയാണ്. അതെ സ്തോത്രം. വേദപുസ്തകത്തിൽ നാം ഉൽപ്പത്തി പുസ്തകം അവയെ 48:15-16 ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യോസഫിനെ അടുക്ക വിളിച്ച് സ്തോത്രം തൻ്റെ കുടുംബത്തെയും തൻ്റെ 2 മക്കളെയും അടുക്ക വിളിച്ച് ചേർത്ത് വെച്ച് സ്തോത്രം അവരെ ഹല്ലേലൂയ ആമേ സ്തോത്രം ആരെ യാക്കോബ് അനുഗ്രഹിക്കുകയാണ്. വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഉൽപ്പത്തി പുസ്തകം തന്നെ 49:1-2 വാക്യം വായിക്കുമ്പോൾ മറ്റ് സഹോദരങ്ങളെയും അടുക്ക വിളിച്ചിട്ട് യാക്കോബ് പറയുന്നു, വരുവിൻ, നിങ്ങൾക്ക് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരപ്പനെ നോക്കണമേ, ഈ അപ്പൻ ആരാ എന്ന് ബൈബിൾ പഠിക്കുമ്പോൾ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും സ്തോത്രം ഒറ്റപ്പെടലിലൂടെയും ഏകാന്തതയിലൂടെയും കടന്നുപോയ അപ്പൻ യാക്കോബ് നമുക്കറിയാം. സ്തോത്രം അപ്പൻ്റെ അനുഗ്രഹത്തെ വാങ്ങിയിട്ട് ജ്യേഷ്ഠാവകാശം തട്ടിപ്പറിച്ച് ആമയെ റെബേക്ക പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കരുത്. സ്തോത്രം ഇനി ഇവിടെ നിൽക്കരുത്. അതേ സ്തോത്രം ആമയെ ഒരു ദിവസത്തെ വഴിയാത്ര പോയി താമയെ തലങ്ങണയ്ക്ക് ഒരു കല്ലെടുത്ത് വെച്ച് ലൂസ് എന്ന പട്ടണത്തിൽ കിടക്കുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്ന് ഒരു ഗോവേണി ഇരിക്കുന്നതും ദൈവത്തിൻ്റെ ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ട പറ്റൻ. സ്തോത്രം ദൈവ ശബ്ദം കേട്ടവൻ, ദൈവത്തിൻ്റെ ആമേ ഇറങ്ങി വരവ് കണ്ടവൻ കണ്ണടച്ച് സ്തോത്രം ഭയത്തോടെ കിടക്കുന്ന അനുഭവങ്ങളിൽ ദൈവം അവനെ ഒരു വൃത്തം വരഞ്ഞ് സൂക്ഷിക്കുകയാണ്. ഞാൻ വിളിച്ചു പറയുന്നു, ദൈവവാഴ്ത്തത്വമുള്ളവൻ ഏത് കാലഘട്ടത്തിലായാലും, ഏത് പ്രതിസന്ധിയിലായാലും, ഏത് രോഗദുഃഖങ്ങളിലായാലും, ഏത് വെല്ലുവിളിയുടെ അകത്തളത്തിലായാലും സ്തോത്രം അവരെ സൂക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമാണ്. ആ ദൈവം സ്തോത്രം നമ്മുടെ കൂടെ ഉണ്ട്. യാക്കോബ് സ്തോത്രം നോക്കണമേ അവിടെ വെച്ച് തലങ്ങണയ്ക്ക് വെച്ച കല്ലെടുത്ത് നാട്ടി അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകുന്ന യാത്രയിൽ കൂടെ ഇരുന്ന് കഴിക്കാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം. ഉൽപ്പത്തി സ്തോത്രം 26 ആമയെ വായിക്കുമ്പോൾ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആമയെ സ്തോത്രം കഴിക്കാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം, ഞാൻ ചെല്ലുന്നിടത്ത് എനിക്ക് താമസിക്കുവാനുള്ള സൗകര്യം തന്നെ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി സ്തോത്രം ഒരാലയം പണിയും. അതേ സ്തോത്രം ഏറ്റവും ഫസ്റ്റിൽ സ്തോത്രം ആലയത്തിന് തറക്കല്ലിട്ട് താൻ അനുഗ്രഹിച്ച് പ്ലസ് ചെയ്ത് പോകുകയാണ്. സ്തോത്രം ഒത്തിരി ഭയമുണ്ട്. കാര്യം 10-ാം അരാമിലേക്ക് പോകേണ്ട യാത്ര, അവിടുത്തെ സാഹചര്യങ്ങൾ തനിക്ക് അറിഞ്ഞുകൂടാ, അവിടുത്തെ ലൊക്കേഷൻ അറിഞ്ഞുകൂടാ. അമ്മ പറഞ്ഞയച്ച് അനുസരിച്ച് പോകുന്നു. അവിടെ ചെന്നു ആമേ സ്തോത്രം ലാബാൻ വളരെ സ്തോത്രം പ്രതിസന്ധിയിലിരിക്കുമ്പോൾ അവിടെ ചെന്ന് സ്തോത്രം നോക്കണമേ യാക്കോബ് മുഖാന്തരം ലാബാൻ അനുഗ്രഹിക്കപ്പെട്ടു. അതേ സ്തോത്രം ദൈവവിളിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുള്ളവൻ എവിടെ പോയാലും അവിടെ അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ കാൽ ചവിട്ടുന്ന ഇടം, അവൻ സ്തോത്രം ചെയ്യുന്നിടം, സ്തോത്രം അവൻ ഇരിക്കുന്നിടം എല്ലാം അനുഗ്രഹിക്കപ്പെടും. ആമേ വേദപുസ്തകം പറയുന്നു, യാക്കോബിനെ അങ്ങനെ സ്തോത്രം 10-ാം അരവിൽ വെച്ച് അനുഗ്രഹിച്ച് ദൈവം സ്തോത്രം ഒരു അരുളപ്പാട് കൊടുത്തു. നീ ഇവിടെ നിന്നാൽ പറ്റില്ല, നിന്റെ സ്തോത്രം ഭവനത്തിലേക്ക് പോകണം. അതേ സ്തോത്രം അവിടുത്തെ ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളിലൂടെ തിരിച്ചു മടങ്ങി വരുന്നു. ലാബോക്ക് എന്ന കടവിൽ വെച്ച് ദൂതനുമായി മല്ലുയുദ്ധം പിടിച്ച് യാക്കോബിന്റെ പേര് മാറി ഇസ്രായേൽ ആകുന്നു. സ്തോത്രം പവർ വർദ്ധിക്കുന്നു, കൃപ വർദ്ധിക്കുന്നു, അഭിഷേകം വർദ്ധിക്കുന്നു, സ്ഥാനം വർദ്ധിക്കുന്നു, അധികാരം വർദ്ധിക്കുന്നു, അവകാശം പിന്നെയും പ്രാപിക്കുന്നു. ആമേ സ്തോത്രം അവകാശം പ്രാപിച്ചപ്പോൾ പ്രശ്നം തീർന്നോ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രശ്നം തീർന്നില്ല. ഒരുവൻ വിശ്വാസത്തിലാകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ, എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ പിന്നാലെ വരുന്നുവെങ്കിൽ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരും. സ്തോത്രം എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും വേദനയുടെ ക്രൂശുകൾ പലപ്പോഴും നമ്മൾ ചുമക്കേണ്ടി വരും. സ്തോത്രം യാക്കോബിനെ ഒത്തിരി പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ കടന്നുപോയി. യാബോക്ക് എന്ന കടവിൽ വെച്ച് തൻ്റെ പേര് മാറുമ്പോൾ താൻ പേര് ചോദോടെ പ്രശ്നം തീർന്നു ഇല്ല. സ്തോത്രം പ്രശ്നം കൂടിയതേ ഉള്ളൂ, പ്രശ്നം സ്തോത്രം കുറഞ്ഞില്ല. വിശ്വാസത്തിൽ വരുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ മാത്രം എന്തായി
കഷ്ടത, എനിക്ക് മാത്രം എന്താ ഭാരം, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ രോഗം, എൻ്റെ ജീവിതത്തിൽ മാത്രം ഈ കടഭാരം മാറാതിരിക്കുന്നത്, ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ഓ സ്തോത്രം, ആമേ, എൻ്റെ കുടുംബം, തലമുറ, ഒരുപക്ഷെ എൻ്റെ ദേശത്തിൽ മിനിസ്ട്രി, എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സ്തോത്രം ആമേ വേദനപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പോൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്തോത്രം, യാക്കോബ് എത്ര വർഷം ആമേ 130 വയസ്സ് വരെ തൻ്റെ ജീവിതത്തിൽ കഷ്ടത പിന്തുടർന്നു. താൻ സ്നേഹിച്ച യാക്കോബിന്റെ ആൺമക്കൾ 12 പേരാണ്. സ്തോത്രം, താൻ സ്നേഹിച്ച് വളർത്തിയ, ലാവണ്യമായി വളർത്തിയ മകൻ കൈവിടപ്പെടുന്നു. ഒത്തിരി പ്രശ്നമാകുന്നു. ആമയെ വളരെ ദുഃഖിതനായിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ നോക്കണമേ, ദൈവത്തിൻ്റെ സ്തോത്രം ആമേ ഭക്തൻ വേദനയോടെ ഉറങ്ങാത്ത രാത്രികൾ, വേദനപ്പെടുന്ന രാത്രികൾ, കൈവിടപ്പെട്ട മകനെ കുറിച്ച് ദുഃഖിക്കുന്ന രാത്രികൾ എത്രയോ സ്തോത്രം, എത്രയോ രാത്രികൾ പിന്നിട്ടു. പക്ഷെ ഇപ്പൊ നോക്കണം, ആമേ സ്തോത്രം, നോക്കേ, യാക്കോബിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയിരിക്കുന്നു. ദൈവവാഗ്ദത്തമുള്ള ദൈവത്തിന്റെ പൈതലേ, നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത, നീ ഇന്ന് അനുഭവിക്കുന്ന രോഗം, നീ ഇന്ന് അനുഭവിക്കുന്ന വെല്ലുവിളി, നീ ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീർ, നീ ഇന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, സ്തോത്രം, നിന്ദിക്കപ്പെടൽ എല്ലാം മാറുന്ന ഒരു ദിവസം നിന്റെ കണ്ണാലെ കാണുവാൻ, നിന്റെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ദൈവം നിന്റെ സ്തുതിക്ക് മാറ്റം വരുത്തുന്ന ഒരുവനെന്ന് ആമേ നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് അത് കുറിച്ചിടുവാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, സ്തോത്രം, 130 വർഷക്കാലം താൻ വളരെ കഷ്ടം അനുഭവിച്ചു, വേദന അനുഭവിച്ചു, ഒറ്റപ്പെടൽ അനുഭവിച്ചു, ദുഃഖം അനുഭവിച്ചു. അഭിഷേകം ഇല്ലാഞ്ഞിട്ടല്ല, വിളി ഇല്ലാഞ്ഞിട്ടല്ല, തെരഞ്ഞെടുപ്പില്ലാഞ്ഞിട്ടല്ല, സമ്പത്തില്ലാഞ്ഞിട്ടല്ല. സ്തോത്രം, പലപ്പോഴും ദുഃഖിതനായി ഇരിക്കേണ്ടി വന്ന സാഹചര്യം. ആമേ, എന്നും എന്നാൽ ഒരു ദൈവവൈദ്യനെ ദുഃഖിതനായിരിക്കുവാൻ ദൈവം അനുവദിക്കില്ല. ഇപ്പോൾ ശ്രദ്ധിക്കണം, യോസഫ് ആരായിരിക്കുന്നു? അവനെ പൊട്ടക്കിണറ്റിലിട്ടു. സ്തോത്രം, പൊത്തിഫറിന്റെ കൊട്ടാരത്തിലൂടെ വേദപുസ്തകം വിളിച്ചു പറയുന്നു, അവനിതാ സ്തോത്രം മിസ്രൈമിൽ ഇപ്പോൾ മിനിസ്റ്ററായിരിക്കുന്നു, മന്ത്രിയായിരിക്കുന്നു. ഇപ്പോൾ അപ്പനെ സ്തോത്രം മിസ്രൈമിൽ കൊണ്ടുപോകുവാൻ ഒരു സ്വർണ്ണ രഥം അയച്ചു കൊടുത്തു. ശ്രദ്ധിക്കണമേ, ഒരു സ്വർണ്ണ രഥം അയച്ചു കൊടുത്തു. എപ്പോഴാ? 130 വയസ്സിൽ താമേ തന്റെ ഭവനത്തിന്റെ മുറ്റത്ത് താൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു സ്വർണ്ണരഥം വന്ന് നിൽക്കുന്നു. വാഗ്ദത്തം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, ഇനി സന്തോഷം അനുഭവിക്കുവാൻ, ഇനി നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക്, നിന്റെ തലമുറയുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തി ഒരു ജയ ജീവിതം തരുന്ന ഒരു നല്ല കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ നടുവിൽ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിനോട് കൂടെ ഇരുന്ന, അബ്രഹാമിനോട് കൂടെ ഇരുന്ന, ഇസഹാക്കിനോട് കൂടെ ഇരുന്ന കർത്താവ് യേശു ക്രിസ്തു ഈ പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പവറുള്ള കർത്താവ്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കു പറഞ്ഞ മാറാത്തവൻ. ആമേ, യാക്കോബിനോട് ഏത് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ അത് നിവർത്തിപ്പാൻ ഇറങ്ങി വന്നു. ഇപ്പോൾ സ്വർണ്ണരഥത്തിൽ കയറി മിസ്രൈമിൽ ചെന്നു. ആമേ, 17 വർഷക്കാലം ഒക്കെ 130 വയസ്സിൽ വരെ കഷ്ടത പിന്തുടർന്നുവെങ്കിൽ സ്തോത്രം 17 വർഷം ആമേ സ്തോത്രം ശ്രേഷ്ഠമായ ജീവിതം നയിച്ച് 147 വയസ്സിൽ തന്റെ മക്കളെ അടുക്ക വിളിക്കുന്നു. അതേ, യോസഫ് 4 മിനിസ്റ്റർ ആയിരിക്കുന്നു. സ്തോത്രം, തന്റെ ഭാര്യ, തന്റെ 2 മക്കളെയും അടുക്ക വിളിച്ചിട്ട് സ്തോത്രം യോസഫിനെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ആരെ? സ്തോത്രം, യാക്കോബ്. അതേ, സ്തോത്രം, ചിലപ്പോൾ കൈവിടപ്പെട്ട വിഷയങ്ങളുടെ നടുവിലായിരിക്കും സൗര വചനം കേൾക്കുന്നേ. സ്തോത്രം, അതെല്ലാം ഒന്നിപ്പിക്കുന്ന ശ്രേഷ്ഠമായ വാഗ്ദത്തത്തെ നൽകാമെന്ന് പറഞ്ഞവൻ തന്ന് അതിന്റെ മേൽ സ്തോത്രം അനുഗ്രഹം നൽകി വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി വന്നു. അതേ, സുവിഷ്ടമായ ആമേ നാളുകളായിരുന്നു 17 വർഷം. അങ്ങനെ 147 വയസ്സിൽ യാക്കോബ് യോസഫിനെ അടുക്ക വിളിച്ചു, മക്കളെ അടുക്ക വിളിച്ചു, മരുമക്കളെ അടുക്ക വിളിച്ചു, അനുഗ്രഹിച്ചു. ഇനി 47 വയസ്സിൽ തന്നെ അതിന്റെ സ്തോത്രം 49 1-2 വാക്യം വിളിച്ചു പറയുന്നു. മറ്റുള്ള മക്കളെയും അടുക്ക വിളിച്ചിട്ട്, ഭാവി കാലത്തിൽ ഞാൻ നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് കാണിച്ചു തരാം. സ്തോത്രം, അപ്പന്റെ പവർ നോക്കണമേ, അപ്പനെ ദൈവം ഉയർത്തി നോക്കണമേ. എന്റെ സ്തോത്രം നോക്കണമേ. ആമേ, പിതാവായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും കൂടെ ഇരുന്ന ദൈവം, ആ ദൈവത്തിന്റെ ദൂതനെ നടത്തിയെങ്കിൽ നിങ്ങളെയും നടത്താൻ, നിങ്ങളുടെ കുടുംബങ്ങളെ നടത്തുവാൻ, നിങ്ങളുടെ മിനിസ്ട്രിയെ നടത്തുവാൻ, എന്തൊക്കെ എതിർപ്പ് വന്നാലും, ഏതൊക്കെ കഷ്ടതകൾ വന്നാലും, ഏതൊക്കെ ഒറ്റപ്പെടലും കണ്ണുനീരും വന്നാലും നടത്താൻ കഴിവുള്ള ദൈവത്തിന്റെ കരം സ്തോത്രം പവറോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് യാക്കോബ് സ്തോത്രം യോസഫിനെയും മക്കളെയും സഹോദരങ്ങളെയും അനുഗ്രഹിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഒരു അനുഗ്രഹം കാണാൻ
അത് അനുഭവിക്കുവാൻ, നമ്മുടെ തലമുറയ്ക്ക് കൈമാറുവാൻ, നമ്മുടെ സഭയ്ക്ക് കൈമാറുവാൻ, നമ്മുടെ ദേശത്തിന് കൈമാറുവാൻ നമ്മളേവരെയും ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളും അടയ്ക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വിശുദ്ധ ദിവസം കൂടി കാണാൻ സന്തോഷിക്കുവാൻ, ഈ ദിവസത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സന്ദേശം. യാക്കോബ് കഷ്ടപ്പെട്ടു 130 വയസ്സ് വരെ, പക്ഷെ 17 വർഷക്കാലം ശ്രേഷ്ഠമായ പദവി, ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് അത് കണ്ട് സന്തോഷിച്ച് നിത്യതയിലേക്ക് ആദായപ്പെടുത്തി നിത്യതയിൽ പ്രവേശിപ്പാൻ ദൈവം യാക്കോബിന് ഇടയായതുപോലെ ഞങ്ങളെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഒറ്റപ്പെടലോ, കണ്ണുനീരോ, ഉറക്കമില്ലായ്മയോ, കടഭാരങ്ങളോ ആയിരിക്കുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വരുത്തി ദൈവവാഗ്ദത്തം പകരുമെന്നുള്ള വിശ്വാസത്തോടെ ആയിരിക്കുവാൻ സഹായിക്കും. പ്രാർത്ഥന സ്വീകരിച്ചോട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. வாக்குத்தத்தம் செய்தவர் வாக்கு மாறுமோ? வாக்குத்தத்தம் செய்தவர் வாக்கு மாறுமோ? இல்லை, இல்லை, ஒரு போதும் இல்லை, 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 ஒரு நாடும் இல்லை, 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 ஒரு போதும் இல்லை, 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 ஒரு நாடும் இல்லை. வாக்கு மாறாதவர், இயேசு வாக்கு மாறாதவர். வெள்ளம் போலவே துன்பங்கள் எல்லாம் எந்தன் மீது பாய்ந்தாலுமே, நேசித்தவரும் சத்துருக்கள் போல மாறி என்னை எதிர்த்தாலுமே, வெள்ளம் போலவே துன்பங்கள் எல்லாம் எந்தன் மீது பாய்ந்தாலுமே, நேசித்தவரும் சத்துருக்கள் போல மாறி என்னை எதிர்த்தாலுமே, இல்லை, இல்லை, நான் உடைவதே இல்லை, 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 நான் நொறுங்குவதில்லை, இல்லை, இல்லை, நான் உடைவதே இல்லை, 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 நான் நொறுங்குவதில்லை. இயேசு என்னோடுதான், என் இயேசு என்னோடுதான். வாக்குத்தத்தம் செய்தவர். பாதைகளெல்லாம் அந்தகாரம் சூழ்ந்தாலுமே, தரிசனங்கள் நிறைவேறிட தாமதங்கள் ஆனாலுமே, காரிருள்களால் பாதைகளெல்லாம் அந்தகாரம் சூழ்ந்தாலுமே, தரிசனங்கள் நிறைவேறிட தாமதங்கள் ஆனாலுமே, இல்லை, இல்லை, நான் அஞ்சுவதில்லை, இல்லை, இல்லை, நான் கலங்குவதில்லை, இல்லை, இல்லை, நான் அஞ்சுவதில்லை, இல்லை, இல்லை, நான் கலங்குவதில்லை. இயேசு ஜீவிக்கிறார், என் இயேசு ஜீவிக்கிறார். வாக்குத்தத்தம் செய்தவர் வாக்கு மாறுமோ? வாக்குத்தத்தம் செய்தவர் வாக்கு மாறுமோ? இல்லை, இல்லை, ஒரு போதும் இல்லை, 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 ஒரு நாளும் இல்லை, இல்லை,
இல்லை ஒரு போதும் இல்லை, இல்லை இல்லை ஒரு நாளும் இல்லை. வாக்கு மாறாதவர், வாக்கு மாறாதவர், வாக்கு மாறாதவர். இயேசுவா